ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഈശോ, യേശു, ഏതാണ് ശരി? പുതുവർഷം പൗരസ്ത്യ സുറിയാനി ക്രിസ്ത്യാനികൾ ഈശോ നാമത്തിലാണ് പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കുക. പൗരസ്ത്യ സുറിയാനി പാരമ്പര്യമനുസരിച്ച് ജനുവരി 1-ാം തീയതി ഈശോയുടെ ഛേദനാചാരം നടന്ന ദിവസവും അന്ന് തന്നെ ഈശോ എന്ന പേരിട്ട ഈശോയുടെ നാമകരണ തിരുനാളുമാണ്. അപ്പോൾ ഈശോ എന്ന നാമത്തിലാണ് പുതുവത്സരത്തിലേക്ക് ക്രിസ്ത്യാനികൾ കടക്കുന്നത്. 2 അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ആ തിരുവചനം, ഈശോ എന്ന പേരിട്ട ആ തിരുവചനം, അതുപോലെ യേശു പരിച്ഛേദനം സ്വീകരിച്ച ആ തിരുവചനം, ലൂക്കാസിന്റെ സുവിശേഷം 2-ാം അധ്യായം 21-ാം വാക്യം. പിന്നെ ഈശോ എന്ന നാമം നമ്മൾ മലയാളികൾ, സുറിയാനി ക്രൈസ്തവർ ഉപയോഗിക്കാൻ ഉണ്ടായ കാരണം, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ യേശു എന്ന നാമം വരാനുണ്ടായ കാരണം, മൂന്നാമതായി ഈ ഈശോ എന്ന നാമം പണ്ട് ഉപയോഗിച്ചിരുന്നോ? അതായത് മറിയും യൗസപ്പൊക്കെ ഈശോ എന്നാണ് പറഞ്ഞിട്ടുണ്ടാവുക, യേശു എന്നാണ് പറഞ്ഞിട്ടുണ്ടാവുക, യേശുവ എന്നാണ് പറഞ്ഞിട്ടുണ്ടാകുക. മറിയും ജോസഫൊക്കെ ഈശോയെ എന്ത് വിളിച്ചിരുന്നിരിക്കാം. അതേക്കുറിച്ചുള്ള ഒരു അഭിപ്രായം. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഒന്ന്, തിരുവചനം, ലൂക്കാസ് 2:21. അവൻ്റെ പരിച്ഛേദനത്തിനുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപേ മാലാഖ നിർദ്ദേശിച്ചിരുന്നത് പോലെ അവന് യേശു എന്ന പേര് വിളിച്ചു. യേശു എന്ന് ഞാനിവിടെ തർജ്ജമ ചെയ്തിരിക്കുന്നത് യേസുസ് എന്നാണ് ഗ്രീക്ക് ഭാഷയിലാണ് ലൂക്കാസ് എഴുതിയത്. അതിന് തർജ്ജമയായതുകൊണ്ടാണ് ഞാൻ യേശു എന്നിവിടെ വായിച്ചിരിക്കുന്നത്. അവൻ്റെ പരിച്ഛേദനത്തിനുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ, 8-ാം ദിവസമാണ് ശിശു ജനിച്ച് 8-ാം ദിവസമാണ് പരിച്ഛേദനം. അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപേ മാലാഖ നിർദ്ദേശിച്ചിരുന്നത് പോലെ യോസഫിനോടും മറിയത്തോടും പറഞ്ഞിരുന്നു, ഈ യേസുസ് അല്ലെങ്കിൽ ഈശോ എന്ന നാമമാണ് മറിയത്തിൻ്റെ കുഞ്ഞിന് കൊടുക്കേണ്ടതെന്ന്. ഈ ദൈവത്തിൻ്റെ ഉടമ്പടി ജനമായ ഇസ്രായേലിലേക്ക് യേശു എന്ന ഈശോ പൂർണ്ണമായും ഉൾച്ചേരുകയാണ് പരിച്ഛേദനം സ്വീകരിക്കുന്നതിലൂടെ. ഉൽപ്പത്തി 17:9-14, കത്തോലിക്ക സഭയുടെ മതബോധനം 527. ഈ കഴിഞ്ഞ ദിവസം ഞാൻ അബ്രഹാം കടന്നുപോയ 10 പരീക്ഷണങ്ങളും 7 അനുഗ്രഹങ്ങളും പറഞ്ഞപ്പോൾ ഛേദനാചാരത്തിൻ്റെ ഒരു സൂചന ഞാൻ പറഞ്ഞിരുന്നു. അതായത് ശരീരത്തിലെ ജനനേന്ദ്രിയത്തിൻ്റെ ലിംഗത്തിൻ്റെ ഒരു അഗ്രം ഛേദിക്കുക, ശരീരത്തിൽ ഒരു ഭാഗം തന്നെ ബലി കഴിക്കുക, പിന്നീട് സ്വന്തം മകനെ ബലി കഴിക്കുക. അപ്പോൾ ഒരു ബലിയുടെ ഒരു ശരീരത്തിലൊരു ഭാഗം മുറിച്ച് കളയുക എന്നുള്ള ഒരു ബലി കഴിക്കുക എന്നുള്ളൊരു വേദന അത് പരിച്ഛേദനത്തിലുണ്ട്. അതേസമയം ഉടമ്പടിയുടെ അടയാളമായി ശരീരത്തിൽ തന്നെ വേണം, മായിച്ച് കളയാൻ പറ്റാത്ത ഒരു അടയാളം വേണം. അതും ഈ ഛേദനാചാരം എന്ന് പറയുന്ന പരിച്ഛേദനത്തിൻ്റെ ഭാഗമാണ്. ഉൽപ്പത്തി 17:9-14, കത്തോലിക്ക സഭയുടെ മതബോധനം 527 നിങ്ങൾക്ക് വായിക്കാം. അബ്രഹാമിൽ തുടങ്ങി നൽകപ്പെട്ട വാഗ്ദാനങ്ങൾ സ്വീകരിച്ച സമുദായത്തിലേക്ക്, അതായത് ദൈവജനത്തിലേക്ക് ഈ 8-ാം ദിവസം യേശു ചേർക്കപ്പെടുകയാണ്. യേശു എന്ന ഈശോ ചേർക്കപ്പെടുകയാണ്. അതാണ് ഈ പരിച്ഛേദനം. ഈ പരിച്ഛേദനം മുതൽ ഈശോ നിയമപരമായി ഇസ്രായേൽ ജനത്തിൽ അംഗമാണ്. ലോകത്തിൻ്റെ രക്ഷ സാക്ഷാത്കരിക്കേണ്ടത് തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിലൂടെയാണ് എന്ന വാഗ്ദാനം നിവൃത്തിയാവുകയാണ്. ഈ രക്ഷ യഹൂദരിൽ നിന്നാണല്ലോ എന്ന് ഈശോ മിശിഹ തന്നെ സമരിയക്കാരി സ്ത്രീയോട് പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ. ഇതേക്കുറിച്ച് പൗലോസ്ലീഹ പറയുന്നത് ഇങ്ങനെയാണ്, ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായം 4-5 വാക്യങ്ങളിൽ. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജനിച്ചു, നിയമത്തിന് അധീനനായി ജനിച്ചു. നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി, നമ്മെ പുത്രന്മാരായി ദത്തെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. ഈ നസറത്തിൽ യേശു എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥത്രയത്തിലെ 3-ാമത്തെ വോള്യം ബെനഡിക്ട് മാർപ്പാപ്പ ഈ കാര്യത്തെക്കുറിച്ച് അവിടെ കമൻ്റ് ചെയ്തിട്ടുണ്ട്.
മലയാളത്തിലെ പുസ്തകം അവൈലബിൾ ആണ്. 128 പേജ് വായിക്കാം. സ്നാപയോഹന്നാനെ പോലെ യേശുവിനും പേരിട്ടത് ജനിച്ച് 8-ാം ദിവസം പരിച്ഛേദനം ചെയ്തപ്പോഴാണ്. പരിച്ഛേദനത്തോടൊപ്പം പേരിടലും വർണ്ണിച്ചതിലൂടെ ഈ ഈശോ അല്ലെങ്കിൽ യേശു എന്ന നാമത്തിനർത്ഥം യാഹ്വേ രക്ഷിക്കുന്നതാണല്ലോ. പുതിയ ഉടമ്പടിയുടെ സാരാംശ സത്തയോട് ബന്ധപ്പെട്ട പ്രതീക്ഷകളൊക്കെ പൂമണിയുന്ന നിമിഷത്തിലേക്കാണ് ഈ പരിച്ഛേദനത്തിന് നിമിഷം മുതൽ ഉറ്റുനോക്കാനായിട്ട് ഈ ലൂക്കാസ് സുവിശേഷകൻ നമ്മെ ക്ഷണിക്കുന്നത്. അതായത് പരിച്ഛേദനത്തോടൊപ്പം പേരിടലും വർണ്ണിക്കുകയാണ്. പരിച്ഛേദനത്തോടൊപ്പമാണ് പേരിടൽ. അങ്ങനെയായിരുന്നു. അപ്പോൾ പുതിയ ഉടമ്പടിയുടെ സാരാംശ സത്ത, അതായത് രക്ഷയുടെ ചരിത്രമാണ്. അതിൻ്റെ സാരാംശ സത്തയിലേക്ക്, അതായത് യാഹ്വേ രക്ഷിക്കുന്നെന്ന പേര്, ആ പേരിടുന്നത് പരിച്ഛേദനത്തിനന്നാണ്. യാഹ്വേ രക്ഷിക്കുന്നു, യേശു അല്ലെങ്കിൽ ഈശോ. അപ്പോൾ പരിച്ഛേദനത്തിനന്ന് യാഹ്വേ നമ്മെ രക്ഷിക്കുന്നുവെന്ന പേര് ഇടുന്നതിലൂടെ പുതിയ ഉടമ്പടിയുടെ സാരാംശ സത്ത, രക്ഷയുടെ മുഴുവൻ സാരാംശ സത്ത, അത് ഈ പരിച്ഛേദനത്തിൻ്റെ ആ ദിവസത്തിലേക്ക് അതിലേക്ക് നോക്കുമ്പോൾ ഇതുകൂടി നോക്കണമെന്നാണ് ലൂക്കാസ് ശ്ലീഹ അവതരിപ്പിക്കുന്നത്. പിന്നീട് പൗലോസ് ശ്ലീഹായുടെ സ്വാധീനത്തിലാണെങ്കിലും ക്രിസ്തുധർമ്മം, അതായത് സഭ, കത്തോലിക്ക സഭ പരിച്ഛേദനം വേണ്ടെന്ന് വെച്ചു. അത് വേണ്ടെന്ന് വെക്കാൻ വേണ്ടിയായിരുന്നു ആദ്യത്തെ സൂനകദോസ്, യെറൂസലം സൂനകദോസ്. ശ്ലീഹന്മാരുടെ നടപടിഗ്രന്ഥം 15-ാമത്തെ അധ്യായത്തിൽ അത് പറയുന്നുണ്ട് വളരെ വിശദമായിട്ട്. ഈ പരിച്ഛേദനം വേണ്ട. കാരണം എന്താണ്? മോശ തന്നെ, ഈ പരിച്ഛേദന നിയമമാക്കിയ മോശ തന്നെ പറയുന്നുണ്ട്, ശരീരത്തിലെ പരിച്ഛേദനമല്ല, ഹൃദയ പരിച്ഛേദനമാണ് വേണ്ടത്. യിരെമ്യാ പ്രവാചകൻ അത് പറയുന്നുണ്ട്. മോശ പറഞ്ഞത് ആവർത്തിക്കുന്നുണ്ട്. ഈ ഹൃദയ പരിച്ഛേദനം എന്ന് പറയുന്നത് ഈ ഹൃദയത്തിൻ്റെ ഒരു കഷ്ണം മുറിച്ച് കളയുന്നതല്ലല്ലോ. ഹൃദയത്തിൽ മുദ്രിതമാക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര, അതാണ് മാമോദീസ. അപ്പോൾ 8-ാം പരിച്ഛേദനത്തിന് പകരം മാമോദീസ സഭ തീരുമാനിച്ചതോടെ പരിച്ഛേദനം കൊടുത്തിരുന്ന 8-ാം ദിവസം തന്നെ മാമോദീസ മുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ശിശു മാമോദീസ സഭയിലുണ്ടായത്. തീർന്നില്ല. ലൂക്കാസിനെ സുവിശേഷം 18-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഈ നവജാത ശിശുക്കളെ ഈശോയുടെ അടുക്കൽ കൊണ്ടുവരുന്നുണ്ട് മാതാപിതാക്കൾ. നവജാത ശിശുക്കൾ അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, പൈതങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 8-ാം ദിവസം കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നത് ശിശുക്കളെന്നാണ്. ശിശുക്കൾ, നവജാത ശിശുക്കൾ എന്നല്ല, പൈതങ്ങൾ എന്നല്ല. ജനിച്ചിട്ട് 8-ാം ദിവസം വരെയാണ് ഈ പറഞ്ഞ നവജാത ശിശുക്കൾ എന്ന് പറയണേ. നവജാത ശിശുക്കളെ ജനിച്ചിട്ട് 8 ദിവസം ആയിട്ടില്ല, അപ്പോഴേക്കും കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. കർത്താവ് അവരെ അനുഗ്രഹിച്ചു എന്ന് ലൂക്കാസിന് സുവിശേഷം 18-15 പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ വാക്ക് തന്നെ പത്രോസ്ലീഹ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ക്രിസ്തു ചെയ്ത പ്രവൃത്തികളിൽ നിന്നും സഭ തീരുമാനിച്ചതാണ് 8-ാം ദിവസം മാമോദീസ മുക്കുക. പരിച്ഛേദനത്തിന് പകരം ഹൃദയ പരിച്ഛേദനം എന്ന മാമോദീസ. അങ്ങനെ 8-ാം ദിവസം മാമോദീസ മുക്കുകയും ആ 8-ാം ദിവസം തന്നെ പേരിടുകയും ചെയ്യുന്ന ആ വലിയ പാരമ്പര്യം, വിശുദ്ധ പാരമ്പര്യം കത്തോലിക്ക സഭയിൽ വന്നു. ഇത് ഈശോ മിശിഹായുടെ മാതൃകയാണ്, യേശുക്രിസ്തുവിൻ്റെ മാതൃകയാണ് ക്രിസ്ത്യാനികൾ അതിലൂടെ പിന്തുടരുന്നത്. ഇതിനെ എതിർക്കുന്ന കുറച്ച് പേരുണ്ട്. അവർക്ക് ഈ തിരുവചനങ്ങളും അറിയില്ല, അതിന് ഗ്രീക്കും അറിയില്ല, ഹീബ്രു അറിയില്ല, വിശുദ്ധ പാരമ്പര്യമോ വിശുദ്ധ ബൈബിളോ സത്യവേദ പുസ്തകമോ ഒന്നും അറിയില്ല. അവരിങ്ങനെ കത്തോലിക്ക സഭ ചെയ്യുന്നതിന് എല്ലാത്തിനും എതിർക്കുക. ഇതിൻ്റെ തിരുവചനത്തിലെ അടിസ്ഥാനമോ സഭയിലുണ്ടായ തീരുമാനങ്ങളുടെ, അതും വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഇതൊന്നും അറിയാതെയാണ് അവർ കത്തോലിക്ക സഭയുടെ ചില പാരമ്പര്യങ്ങൾ, ചില വചനങ്ങളുടെ വെളിച്ചത്തിൽ തന്നെ, മർക്കോസ് 16-17 വെളിച്ചത്തിലാണ് അവർ പറയുന്നത് ശിശു മാമോദീസ പാടില്ലെന്ന്. ആ ഒരു വചനം വിശുദ്ധിക്കുന്നവർക്ക് സ്നാനം കൊടുക്കണം. അത് മറ്റ് മതങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടുന്നവരുടെ കാര്യമാണ്, അല്ലാതെ ക്രിസ്ത്യാനികൾക്ക് ജനിക്കുന്ന കുട്ടികളുടെ കാര്യമല്ല. ഏത് തിരുവചനം ആർക്കാണ് ഉപയോഗപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയാത്തവരാണ് കത്തോലിക്ക സഭയുടെ പാരമ്പര്യങ്ങളെ അന്ധം മാറ്റി എതിർക്കുന്നത്. അവരോട് തിരിച്ച് സുവിശേഷം പറയാൻ എൻ്റെ പ്രസംഗം കേൾക്കുന്ന ആളുകൾ തയ്യാറാകണം. ഇത് പഠിച്ചിട്ട് അവരോട് പറയണം. എന്നിട്ട് അവർ തെറ്റിദ്ധരുത്തി കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരാനും പറയണം. ഈ യേശു എന്ന പേരിട്ടു. യേശു എന്ന പേര് ഞാൻ പറഞ്ഞല്ലോ, യേസുസ് എന്നാണ് ഗ്രീക്കിൽ. അപ്പോൾ അത് മലയാളത്തിൽ മലയാളീകരിച്ചതാണ് യേശു. നമ്മൾ അതിലേക്ക് വരാം, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഹീബ്രു ഭാഷയിൽ യാഹ്വേ ഷുവ എന്നീ വാക്കുകൾ ചേർന്നിട്ട്, യാഹ്വേ ഷുവ എന്നീ വാക്കുകൾ ചേർന്നിട്ട് യഹോഷുവ, യാഹ്വേ
ഇത് ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ യേസുസ് എന്നായി. യഹോഷുവ, യോശുവ, യശുവ, യേസുസ് ആയി, ഗ്രീക്കിലായി. അതിനെ മലയാളീകരിച്ചപ്പോഴാണ് യേസുസ് എന്നുള്ളത് യേശുവായി. ഇതിനൊക്കെ ഞാൻ കുറച്ച് ചരിത്രങ്ങൾ പിന്നീട് ഞാൻ പറയാം. അപ്പോൾ അതുകൊണ്ട് അവസാനം വരെ കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. യശുവ എന്ന ഹീബ്രു നാമം സുറിയാനിലെ ഈശോ എന്നാണ്. ഈശോ എങ്ങനെയാണ് ഈശോ ആയത്, എങ്ങനെയാണ് യശുവ ആയത് എന്ന കാര്യവും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയും. സുറിയാനി പാരമ്പര്യം അതേപടി നിലനിർത്തുന്നവർ ഈശോ എന്നാണ് ഇപ്പോഴും പറയുക. ആദിമ നൂറ്റാണ്ടിലെ അരാമ്യ ഭാഷയിൽ യശുവ എന്നാണ് ഉപയോഗിച്ചിരുന്നത് എന്നൊരു കൂട്ടർ പറയുന്നു. അതല്ല, ഈശോ എന്ന് തന്നെയാണ് ഉപയോഗിച്ചിരുന്നതെന്നാണ് വേറൊരു കൂട്ടം പണ്ഡിതർ പറയുന്നത്. ഈശോ എന്നാണെങ്കിൽ പിന്നെ എങ്ങനെ യശുവ ആയി, ഇതൊക്കെ നമ്മൾ ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യും. ഈ ബേർത്ത് തോമ ഡയറ എന്ന ചാനലിൽ ഫാദർ ജോസ് കൊച്ചപ്പറമ്പിൽ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ട് ചില കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ആദ്യം ഈ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഈ വാക്കുകൾ ഈശോ എന്നാണോ, യേശു എന്നാണോ, യേസുസ് എന്നാണോ ഒക്കെ ഉപയോഗിക്കേണ്ടത്, ക്രിസ്തു എന്നാണോ, മിശിക എന്നാണോ ഉപയോഗിക്കേണ്ടതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. ഏതായാലും പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ ജനുവരി 1-ാം തീയതി നമ്മുടെ കർത്താവിൻ്റെ നാമകരണ തിരുനാൾ, അതാ ചേതനാചാര തിരുനാൾ ആചരിച്ചുകൊണ്ടാണ് ഈശോ നാമത്തിലൂടെയാണ് പുതുവത്സരത്തിൽ പ്രവേശിക്കുന്നത് എന്നാണ് അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ അത് പറഞ്ഞു. എന്നേക്കും ജീവിക്കുന്നവനായ ഈശോയുടെ നാമം ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ നാമമാണ്. മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവും ഇല്ല. ഇങ്ങനെയാണ് വിശുദ്ധ പത്രോസ് സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 4:12 പറഞ്ഞിരിക്കുന്നത്. ബൈബിളിൽ നാമം എന്നതൊരു പേരല്ല, വെറുതെ ഒരു പേരല്ല, ആളെ സൂചിപ്പിക്കുകയാണ്. ദൈവത്തിനൊരു നാമം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആളത്വത്തെ മാത്രമല്ല, അവൻ അന്തര്യാമിയാണ്, ഇമ്മനൻ്റ് ആണ്. അതായത് നമ്മുടെ ഇടയിലും നമ്മുടെ ഉള്ളിലും കുടികൊള്ളുന്നവനാണ്, നമ്മളുമായി ബന്ധം സ്ഥാപിക്കുന്നവനാണ്. ഇപ്പം നമുക്ക് ആർക്കും പേരില്ലെന്ന് കരുതുക. ഇപ്പം എൻ്റെ പേര് ജോസ്, നിങ്ങൾക്ക് അങ്ങനെ നമുക്ക് ആർക്കും പേരില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പരസ്പരം ബന്ധം സ്ഥാപിക്കുക? മനുഷ്യ എന്ന് വിചാരിക്കുക, എല്ലാ മനുഷ്യരും കൂടി വരില്ലേ? പുരുഷ എന്ന് വിളിച്ചാൽ എല്ലാ പുരുഷന്മാരും കൂടി വരില്ലേ? സ്ത്രീയെ എന്ന് വിളിച്ചാൽ, അല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് കാരാഗ്രഹമുള്ളതുപോലെ നമ്പർ വേണം, അപ്പം നമ്പറായിട്ട് മാറും, നമ്മൾ സംഖ്യയായിട്ട് മാറും. പേരില്ല. പേരുണ്ടെങ്കിൽ ബന്ധം സ്ഥാപിക്കാൻ പറ്റും. അപ്പോൾ ദൈവത്തിനൊരു നാമം എന്ന് പറഞ്ഞാൽ ബന്ധം സ്ഥാപിക്കുന്നവനാണ്, ഉള്ളിൽ കുടികൊള്ളുന്നവനാണ്, നമ്മുടെ ഇടയിൽ കുടികൊള്ളുന്നവനാണ്. അവൻ സർവ്വത്തിനും അതിശയിക്കുന്നവനാണ്. എന്നാൽ ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ വന്നു. അപ്പോൾ ഈ നമ്മളുമായി ബന്ധം സ്ഥാപിക്കുന്നൊരു ദൈവം, അതുകൊണ്ടാണ് ആ നാമത്തിൻ്റെ പ്രസക്തി. ഈ മുടന്തനോട്, ഈ ഭിക്ഷയാച്ച മുടന്തനോട് പത്രോസ് പറഞ്ഞ എന്താണ്? വെള്ളിയും പൊന്നും എനിക്കില്ല, എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്വറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. സ്ലീഹന്മാരുടെ നടപടി 3:6. നസ്വറായനായ ഈശോമിശിഹായുടെ നാമത്തിൽ, സ്ലീഹന്മാരുടെ നടപടി 3:6. ഞാൻ കഴിഞ്ഞ ദിവസം ആരോ ഈ നസ്രായൻ എന്ന വാക്ക് വരുന്നത് ഈശോ നസ്രത്തിൽ താമസിച്ചത് കൊണ്ടാണ് നമ്മൾ നസ്രാണികൾ എന്ന് വിളിക്കപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരു പോസ്റ്റ് കണ്ടു. അത് അത്ര കണ്ട് ശരിയല്ല എന്ന് ഞാൻ നസ്രാണി എന്ന പേരിൽ തന്നെ 2 വീഡിയോസ് കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ ഇട്ടിരുന്നു. നസ്രായൻ എന്ന വാക്കിൽ നിന്നാണ്, അല്ലാണ്ട് നസ്രത്തിൽ പാർത്തത് കൊണ്ടല്ല. മാളയിൽ പാർത്തുകൊണ്ട് മാളക്കാരൻ എന്ന് വിളിക്കുന്നത് പോലെ നസ്രത്തിൽ പാർത്തുകൊണ്ട് യേശു നസ്രത്തുകാരൻ എന്ന് അറിയപ്പെട്ടിരുന്നു. പക്ഷെ അതിൽ നിന്നല്ല നസ്രാണി വരുന്നത്. നസ്വറായനായ ഈശോ യഹൂദന്മാരുടെ രാജാവ്, നസ്വറായനായ ഈശോ മിശിഹായുടെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. നസ്വറായൻ അതിന് വേറെ അർത്ഥമാണ്, നസ്രത്തിൽ പാർത്തവൻ എന്നല്ല. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് നിങ്ങൾ ഇതെല്ലാം ഒന്ന് കണ്ട് മറ്റുള്ളവരോട് പരിചയപ്പെടുത്തി കൊടുക്കണം ഈ വീഡിയോസ് എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുക. ഇത് കേൾക്കുന്നവർക്ക് മറ്റുള്ളവർ പറയാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. ഇല്ലെങ്കിൽ തെറ്റുകൾ പിന്നെയും ഇങ്ങനെ സമൂഹത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കും. വീണ്ടും സ്ലീഹന്മാരുടെ നടപടി 16:30 നമ്മൾ വായിക്കുന്നു, യജമാനന്മാരെ രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ പൗലോസും കൂട്ടരും പറഞ്ഞു, കർത്താവായ ഈശോയിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. കർത്താവായ ഈശോയെ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞിട്ടാണ് സ്തെഫാനോസ് മരിക്കുന്നത്. സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 7:54. അവൻ ചോദിച്ചു, കർത്താവേ അങ്ങ് ആരാണ്? സാവോള്. ഈശോ പ്രതിവചിച്ചു, നീ ഉപദ്രവിക്കുന്ന ഈശോ ആകുന്നു. ഇതിൻ്റെ പിശീത്ത തർജ്ജമയിൽ കിടക്കുന്നത്, നീ ഉപദ്രവിക്കുന്ന നസ്വറായനായ ഈശോ ആകുന്നു ഞാൻ എന്നാണ്. നീ ഉപദ്രവിക്കുന്ന നസ്വറായനായ ഈശോ.
അങ്ങനെയാണ് പിശീത്ത സുറിയാനി ബൈബിളിൽ. ചുരുക്കത്തിൽ രക്ഷിക്കുന്ന നാമമാണ് ഈശോ. നമ്മെ രക്ഷിക്കാനായിട്ട് വേറൊരു നാമവും നൽകിയിട്ടില്ല ഈശോ എന്ന നാമമല്ലാതെ. ആ നാമത്തിന് മുമ്പിൽ സകലരും മുട്ടുമടക്കി ആരാധിക്കേണ്ടതുണ്ട്. യഹോവാസാക്ഷികൾ ഈശോ ദൈവമല്ലെന്നും പറഞ്ഞ് നടക്കുകയാണ്. അവർക്ക് ഈ ഫിലിപ്പിയ ലേഖനത്തിലെ വചനം അവരെന്ന് കേൾപ്പിക്കണം. അവൻ ദൈവരൂപത്തിലായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുതലെടുക്കണമെന്ന് വിചാരിക്കാതെ അടിമയുടെ രൂപമെടുത്ത് മനുഷ്യ സാരൂപ്യത്തിലായി തന്നെ ശൂന്യനാക്കി ആകൃതിയിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താഴ്ത്തി കുരിശു മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി എല്ലാ നാമത്തിനും ഉപരിയായി നാമം നൽകി. അങ്ങനെ ഈശോയുടെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ്, യേശുക്രിസ്തു യാഹ്വേ എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. യഹോവാസാക്ഷികളും ചെയ്യേണ്ടി വരും. ഫിലിപ്പിയ ലേഖനം 2:6-11 വാക്യങ്ങൾ. ഇങ്ങനെയാണ് ഈ നാമത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. എങ്ങനെയാണ് ഈശോ നാമം മലയാളത്തിൽ എങ്ങനെയൊക്കെയാണ് ഇത് രൂപപ്പെട്ടത്? ഞാൻ പറഞ്ഞല്ലോ, യഹോഷുവ, യശുവ, യശുവ, പിന്നെ യശ്വ, ഇങ്ങനെ യാഹ്വേ രക്ഷിക്കുന്നു. അതിൻ്റെ സുറിയാനിയിൽ കിടക്കുന്നത് ഈശോ എന്നാണ്. ഈശോ യോഷുവ എന്ന ഹീബ്രു യോഷുവ, അത് അരാമിയ സുറിയാനി പാരമ്പര്യത്തിൽ ഈശോ എന്നാണ്. പിശീത്ത സുറിയാനി ബൈബിളിൽ സംഖ്യയുടെ പുസ്തകം 14:30, ഇത് നമ്മുടെ മാത്യു പാണി അച്ഛൻ തർജ്ജമ ചെയ്ത പിശീത്ത ബൈബിളാണ്. മലയാളത്തിൽ ഇത് അവൈലബിൾ ആണ്. ഇതിനകത്ത് നിങ്ങൾ സംഖ്യയുടെ പുസ്തകം 14:30 നോക്കിയാൽ അവിടെ കാണാം നോനിൻ്റെ മകൻ, നോനിൻ്റെ മകൻ ഈശോ. അതായത് ഹീബ്രുവിൽ നമ്മൾ പറഞ്ഞ ന്യൂൻ എന്ന് പറയുന്ന ആ ആളുടെ മകൻ, കത്തോലിക്കർക്ക് ജോഷുവ എന്നാണ് പരിചയം, ജോഷുവ. യശുവ എന്നാണ് ഹീബ്രുവിൽ, ഈശോ എന്നാണ് സുറിയാനിയിൽ. സുറിയാനി ബൈബിൾ അങ്ങനെയാണ്. സംഖ്യയുടെ പുസ്തകം 14:30. മസിയ എന്നുള്ള ഹീബ്രു വാക്ക് സുറിയാനിൽ മിശിഹ. അപ്പോൾ ഈശോ മിശിഹ, അങ്ങനെയാണ് സുറിയാനി ബൈബിളിൽ. ഈ ഈശോ മിശിഹ എന്ന പാരമ്പര്യമാണ് സുറിയാനി പാരമ്പര്യത്തിലുടമയുടെ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലുള്ളത് മുഴുവൻ. നമ്മളിപ്പോഴും ഞാൻ തുടങ്ങിയത് ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയാം. വൈദികരെ കാണുമ്പോഴും മെത്രന്മാരെ കാണുമ്പോഴും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയാം. എന്നിട്ട് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ മറുപടി പറയും. ഇതാണ് നമ്മുടെ പാരമ്പര്യം. അപ്പോൾ പണ്ട് പിന്നെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ മാറൻ ഈശോ മിശിഹ എന്നാണ് ആദ്യമായിട്ട് ആ കൊച്ചിൻ്റെ കാതിൽ ഓതുക സുറിയാനി കത്തോലിക്കര്. ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ മാറൻ ഈശോ മിശിഹ, മാറൻ എന്ന് പറഞ്ഞാൽ കർത്താവ്, മാറൻ ഈശോ മിശിഹ എന്നാണ് ആദ്യമായിട്ട്. അപ്പോൾ കുഞ്ഞ് ഈ ലോകത്തിലേക്ക് പിറന്നു വീഴുമ്പോൾ ആദ്യം കേൾക്കുന്ന വാക്ക് ഈശോ മിശിഹ എന്ന നാമമാണ്. ഇപ്പോൾ നമ്മൾ ഈ പുതുവത്സര ദിനത്തിലും നമ്മൾ ആദ്യം കേൾക്കേണ്ടത് ഈശോ എന്ന നാമം തന്നെയാണ്. ഈ പോർച്ചുഗീസുകാരുടെ ആഗമനത്തോടെ ഗ്രീക്ക് ഭാഷയിലെ യേസുസ്, പിന്നെ ഗ്രീക്ക് ഭാഷയിൽ തന്നെ ക്രിസ്തുസ് എന്ന രൂപങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രചരിക്കാൻ തുടങ്ങി 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലൊക്കെ. 1665 രംഗപ്രവേശം ചെയ്തതും 1751 മുതൽ ഉപയോഗത്തിലാവുകയും 1836 മാവേലിക്കര സൂനോദോസോടുകൂടി അന്തിമ അംഗീകാരം ലഭിക്കുകയും ചെയ്ത പാശ്ചാത്യ സുറിയാനി ലിറ്റർജി മൂലം നമ്മൾ പുത്തൻകൂറ്റുകാരെന്നറിയപ്പെടുന്ന, നമ്മുടെ കേരളത്തിലെ പുത്തൻകൂറ്റുകാരെന്നറിയപ്പെടുന്നവരുടെ ഇടയിൽ പിശീത്ത ബൈബിൾ അടിസ്ഥാനമാക്കിയും ഗ്രീക്കും കൂട്ടിച്ചേർത്ത് അവർ യേശു മിശിഹ എന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. ഗ്രീക്കിലെ യേസുസ് യേശുവായി, സുറിയാനിൽ മിശിഹായും. അപ്പോൾ പാശ്ചാത്യ സുറിയാനിയിൽ ഗ്രീക്ക് ഭാഷയുടെ ഒരു യേസുസ് എന്നാണ് ഗ്രീക്കിൽ, അതിൻ്റെ ഒരു മലയാളീകരിച്ച രൂപമാണ് യേശു. അതും പിന്നെ മിശിഹ എന്നുള്ളത് സുറിയാനിയാണ്. അതും കൂടി യേശു മിശിഹ എന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. ഗ്രീക്കും സുറിയാനിയും കൂടി ചേർത്ത് യേശു മിശിഹ എന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. അത് പുത്തൻകൂറ്റുകാരുടെ ഇടയിലാണ്. 1836 മാവേലിക്കര സൂനദോസിലാണ് അതിന് അംഗീകാരം കിട്ടിയത്, എന്ന് വെച്ചാൽ 19-ാം നൂറ്റാണ്ടിൽ. എന്നാലും സുറിയാനിക്കാരുടെ നാവിലെല്ലാം ഈശോ എന്ന് തന്നെയാണ് നിലനിന്നിരുന്നത്. കാരണം എന്താണ്? ബൈബിൾ സുറിയാനിയിലാണ്, ലിറ്റർജി സുറിയാനിയിലാണ്. അതുകൊണ്ട് സുറിയാനി വാക്കായ ഈശോ തന്നെയാണ് സാധാരണക്കാരുടെ മനസ്സിലുണ്ടായത്. അതേസമയം മറ്റ് ഈ യേശു, ഈ ക്രിസ്തു എന്നുള്ള ഇതൊക്കെ വരാനുണ്ടായ കാരണം, നമുക്ക് പരിചയപ്പെടാനുണ്ടായ കാരണങ്ങൾ ഈ ഈശോ നാമം ബൈബിൾ പരിഭാഷകളിൽ പലതരം വന്നതുകൊണ്ടാണ്. ക്ലൗഡിയസ് ബുഖാനൻ്റെ നേതൃത്വത്തിൽ, ഒരു പാശ്ചാത്യ മിഷണറിയാണ്,
ക്ലൗഡിയസ് ബുഖാനൻ, പുലിക്കാട്ടിൽ ജോസഫ് ഇട്ടൂപ്പ്, കായംകുളം പീലിപ്പോസ് റമ്പാൻ എന്നിവർ ചേർന്ന് 1807 പരിഭാഷപ്പെടുത്തി തിമ്മപ്പ പിള്ള എന്ന ആളുടെ സഹായത്താൽ 1811 ബോംബെയിൽ അച്ചടിച്ച റമ്പാൻ ബൈബിള്, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. റമ്പാൻ ബൈബിളിൽ ഈശോ തമ്പുരാൻ എന്നാണുള്ളത്. ഈശോ തമ്പുരാൻ, ഈശോ, യാക്കോബിൻ്റെ ഈശോ തമ്പുരാൻ, കർത്താവിന് പകരം തമ്പുരാൻ എന്ന വാക്കാണ്. നല്ല വാക്കാത്. ഇംഗ്ലീഷ് മിഷണറിമാരുടെ നേതൃത്വത്തിലാണ് ഇത് ചെയ്തതെങ്കിലും, ഇത് അച്ചടിച്ചതെങ്കിലും, സുറിയാനി സമുദായത്തിന് മനസ്സിലാക്കുന്ന ഭാഷയിലും പദാവലിയിലും ബൈബിൾ വിവർത്തനം ചെയ്യണമെന്ന നിർബന്ധത്തിൻ്റെ പേരിലാണ് ഈശോ തമ്പുരാൻ എന്ന് അവർ തർജ്ജമ ചെയ്തത്. ഈശോ, യേശുവിൻ്റെ പക്ഷേ ഈശോ തമ്പുരാൻ നേട്ടു. എനിക്ക് അത് നല്ല ഒരു ചുവടുവെപ്പായിരുന്നു അത്. 1829 ബെഞ്ചമിൻ ബെയ്ലി തയ്യാറാക്കിയ പുതിയ നിയമത്തിൽ ഗ്രീക്ക് ലത്തിൻ പാരമ്പര്യങ്ങളിലുള്ള യേശുക്രിസ്തു എന്ന നാമം മലയാളത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടു. 1829. 1910 ആർച്ച് ഡീക്കൻ കോശി പഴയ വിവർത്തനങ്ങളെല്ലാം പരിഷ്കരിച്ച് സത്യവേദ പുസ്തകം എന്ന ശീർഷകത്തിൽ ബൈബിൾ പരസ്യപ്പെടുത്തി. സത്യവേദ പുസ്തകം ഇപ്പം പ്രോട്ടസ്റ്റന്റുകാരുടെ ഇടയിലും ഒരുപക്ഷെ മറ്റ് മതസ്ഥരുടെ ഇടയിലും ഏറ്റവും കൂടുതൽ പ്രചാരത്തിലിരിക്കുന്ന ഒരു സംഗതിയാണ് സത്യവേദ പുസ്തകം. അതിൽ അവർ യേശുക്രിസ്തു എന്ന് ഉപയോഗിച്ചു. യേശുക്രിസ്തു, യേസുസ് എന്നാണ് ഗ്രീക്കിൽ, ക്രിസ്തോസ് എന്നാണ് ഗ്രീക്കിൽ. അത് മലയാളീകരിച്ച് യേശുക്രിസ്തു എന്നാക്കി. എന്നാലും ആ സത്യവേദ പുസ്തകം അത് തരക്കേടില്ലാത്ത പരിഭാഷയ്ക്കാണ്. എങ്കിലും അതിൽ യഹോവ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യഹോവ എന്ന് ഉച്ചരിക്കാൻ കഴിയില്ലെന്ന് എല്ലാ പണ്ഡിതന്മാർ അംഗീകരിച്ച് കഴിഞ്ഞതാണ്. ഇനി അവർ പരിഷ്കരിക്കുമ്പോൾ യാഹ്വേ എന്നാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യഹോവ എന്ന് ഉച്ചരിക്കാൻ കഴിയില്ല വാക്ക്. യാഹ്വേ എന്ന് ഉച്ചരിക്കാൻ പറ്റൂ, യഹോവ എന്ന് ഉച്ചരിക്കാൻ കഴിയില്ല. ഞാൻ അതേക്കുറിച്ച് ഒരു പുസ്തകം എഴുതുന്നത്, നെയിം ഓഫ് ഗോഡ് എന്നൊരു പുസ്തകം തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ സത്യവേദ പുസ്തകം പ്രചരിക്കാൻ തുടങ്ങിയതോടെ പ്രോട്ടസ്റ്റന്റുകാരുടെ ഇടയിലൊക്കെ യേശുക്രിസ്തു എന്ന പേരിന് പ്രചാരം ലഭിച്ചു. കർമ്മലീത്ത മിഷണറിമാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ലത്തിൻ സഭയുടെ ഉപയോഗത്തിന് വേണ്ടി 1851 മുതൽ 1926 വരെ പ്രസിദ്ധീകരിച്ച മലയാളം ബൈബിളുകളിൽ ലത്തീൻ വുൾഗാത്തിലെ യേശു ക്രിസ്തു പാഠത്തിൽ അങ്ങനെ യേസുസ് എന്നാണ്. അപ്പോൾ ലത്തീനിൽ അങ്ങനെയാണ്. അപ്പോൾ യേശു ക്രിസ്തു എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു, യേശു അല്ല, യേശു ക്രിസ്തു. 1851 മുതൽ 1926 വരെ. സുറിയാനി പിശീത ബൈബിൾ വിവർത്തനം ചെയ്ത കനിമൂസ മാണിക്കത്തനാര്, കർമ്മലീത്ത നിഷ്പാദക 3ാം സഭ എന്നാണ് കനിമൂസ മാണിക്കത്തനാര്, കേരളക്കരയിൽ നൂറ്റാണ്ടുകൾ ഉപയോഗിച്ചു വരുന്ന ഈശോമിശിക എന്നാണ് കൊടുത്തിരിക്കുന്നത്. കർമ്മലീത്ത മിഷണറി ആണെങ്കിലും അദ്ദേഹം ഈശോമിശിക എന്ന് തന്നെയാണ് സുറിയാനിക്കാരുടെ ഇടയിൽ പ്രചാരത്തിലിരിക്കുന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1983 മാണിക്കത്തനാർ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് പ്രസിദ്ധപ്പെടുത്തിയ മാനാനം ബൈബിളിന് നൽകിയ ആശംസയിൽ കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: യേശു എന്ന ശബ്ദത്തെക്കാൾ ഈശോമിശിക എന്ന സംജ്ഞയാണ് ശ്രുതിമധുരവും ഭക്തി ദ്യോതകവുമായി അനുഭവപ്പെടുന്നത്. ഇത് എറണാകുളത്തെ ഈ കൽദായ വിരുദ്ധരൊക്കെ ഒന്ന് മനസ്സിലാക്കണം. പാറേക്കാട്ടിൽ പിതാവ് പറഞ്ഞിരിക്കുകയാണ്, യേശു എന്ന ശബ്ദത്തെക്കാൾ ഈശോമിശിക എന്ന സംജ്ഞയാണ്, സുറിയാനി സംജ്ഞയാണ് ശ്രുതിമധുരവും ഭക്തിദ്യോതകവുമായി അനുഭവപ്പെടുന്നത്. അതിന് ശ്രുതിമധുരം, പിന്നെ 2000 വർഷത്തെ പാരമ്പര്യം. അപ്പോൾ അതിനൊരു ഭക്തിയുണ്ട്, ഭക്തി ദ്യോതകമാണ്, ഭക്തി ഉൽപ്പാദിപ്പിക്കുക കൂടി ചെയ്യുന്നു. എല്ലാ കത്തോലിക്ക വിഭാഗങ്ങൾക്കും വേണ്ടി 1981 പരസ്യം ചെയ്ത POC ബൈബിളിൽ യേശുക്രിസ്തു, യേസുസ് എന്ന ഗ്രീക്കും ക്രിസ്തോസ് എന്ന ഗ്രീക്ക് വാക്കും കൂടി ചേർത്ത് മലയാളീകരിച്ച് യേശുക്രിസ്തു എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് പ്രചാരത്തിലാവുകയും ബൈബിൾ ക്വിസ് അങ്ങനെ പരിപാടികളൊക്കെ വരികയും ചെയ്തതോടെ ഈശോമിശിക എന്ന നാമത്തിന് ഒരല്പം, അതിൻ്റെ സ്ഥാനത്തിന് അല്പം മങ്ങലേറ്റിട്ടുണ്ട്. തീർച്ചയായിട്ടും ഹീബ്രുവിൽ നിന്നും ഗ്രീക്കിൽ നിന്നും തർജ്ജമ ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കണം, യേസുസ് എന്നും ക്രിസ്തോസ് എന്നൊക്കെ ഉപയോഗിക്കണം. എന്നാൽ ലിറ്റർജിയിൽ അതത് സഭയുടെ ബൈബിൾ തർജ്ജമയാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം, ലത്തീൻ സഭയിൽ ഹീബ്രു ബൈബിളോ ഗ്രീക്ക് ബൈബിളോ അല്ലല്ലോ ഉപയോഗിക്കുന്നത്. ഈ വിശുദ്ധ ജെറോം തർജ്ജമ ചെയ്ത ലത്തീൻ ബൈബിളല്ലേ, വുൾഗാത്തയല്ലേ ലിറ്റർജിയിൽ. അപ്പോൾ ലിറ്റർജിയിൽ വുൾഗാത്ത ഉപയോഗിക്കും. ബൈബിൾ ഇപ്പം ഉപയോഗിക്കുമ്പോൾ ഗ്രീക്കിന് തർജ്ജമ ഉപയോഗിക്കാം, ഹീബ്രുവിന് തർജ്ജമ ഉപയോഗിക്കാം, സുറിയാനി ഉപയോഗിക്കാം. പക്ഷേ ലത്തീൻ സഭ ലിറ്റർജിയിൽ ലത്തീൻ വുൾഗാത്ത ഉപയോഗിക്കുള്ളൂ. ഇതുപോലെ പൗരിച്ച സുറിയാനി സഭയായ സീറോ മലബാർ സഭയിൽ ലിറ്റർജിയിൽ പിശീത ബൈബിളാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ അതാണ് ഉപയോഗിക്കുന്നത്. ലക്ഷണത്തിലേക്ക് ഔദ്യോഗികമായി ടെക്സ്റ്റുകളൊക്കെ ആണെങ്കിൽ അതാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ
ഈ പലയിടത്തും വ്യത്യാസമുണ്ടല്ലോ എന്നൊക്കെ ആൾക്കാർ വിചാരിക്കും. വുൾഗാത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്, പിശീത്തിൽ വ്യത്യാസമുണ്ട്, ഗ്രീക്കിലും ഹീബ്രുവിലും വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസങ്ങളെല്ലാം വ്യാഖ്യാനങ്ങൾ കൂടിയാണ്. ഉദാഹരണം പറഞ്ഞാൽ ഹീബ്രു ബൈബിൾ ആദ്യത്തെ വ്യാഖ്യാനമാണ് സെപ്തുജന്ത്. ഹീബ്രു ബൈബിളിൻ്റെ ആദ്യത്തെ വ്യാഖ്യാനമാണ് സെപ്തുജന്ത്. അത് തയ്യാറാക്കിയത് യഹൂദന്മാരാ. ക്രിസ്തു ജനിക്കുന്നതിന് 250 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. ആ ഗ്രീക്ക് തർജ്ജമയാണ് ആദിമസഭയുടെ ബൈബിള്. നിങ്ങൾ പുതിയ നിയമം വായിച്ചാൽ പുതിയ നിയമത്തിലെ മിക്കവാറും എല്ലാ കൊട്ടേഷൻസും ഹീബ്രു ഒറിജിനലിൽ നിന്നല്ല, മൂലകൃതിയിൽ നിന്നല്ല, ഗ്രീക്ക് പാഠാന്തരം എന്ന് പറയും, തർജ്ജമയിൽ നിന്നാണ്. കാരണം അതാണ് ആദ്യത്തെ ബൈബിൾ വ്യാഖ്യാനം. അപ്പോൾ നമ്മൾ ഈ പല ബൈബിളുകൾ പരിചയപ്പെടുമ്പോൾ നമുക്ക് ബൈഹാർട്ട് പഠിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം. POC ബൈബിൾ ബൈഹാർട്ട് പഠിച്ചു വെച്ചിട്ട് വേറെ ചില വചനങ്ങൾ വരുമ്പോൾ ആകെ കൺഫ്യൂഷൻ വരാം. പക്ഷേ അതൊരു വ്യാഖ്യാനമാണ്. ലത്തീൻ വുൾഗാത്ത് ഒരു വ്യാഖ്യാനമാണ്, സെപ്തുജന്ത് ഒരു വ്യാഖ്യാനമാണ്, പിശീത്ത് ഒരു വ്യാഖ്യാനമാണ്. ഈ ഹീബ്രു ബൈബിൾ, ഗ്രീക്ക് ബൈബിള്, അതിൽ തന്നെ വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാകുള്ളൂ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വർഗീസ് പാത്തിക്കുളങ്ങര അച്ഛൻ്റെ എൻ്റെയൊക്കെ പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം, വളരെ പ്രസക്തമായ നിരീക്ഷണമുണ്ട്. പാലസ്തീനായാൽ അരാമിയ, സുറിയാനി ഭാഷകളാണ് നിലനിന്നിരുന്നത്. വടക്കൻ ഭാഗത്ത് സുറിയാനിയും തെക്കൻ ഭാഗത്ത് അരാമിയ ഭാഷ. എങ്കിലും ഈ അരാമിയ ഭാഷ എന്ന് പറഞ്ഞാൽ കൽദായരുടെ നാട്, അബ്രഹാമിൻ്റെ ഊറ്, അവിടെയുള്ള കൽദായ നാട്ടിലെ ഭാഷയാണ് അരാമിയ. കൽദായരുടെ ഭാഷയാണ്. അവിടേക്കാണ് യഹൂദന്മാർ നാട് കടത്തപ്പെട്ടെ. 70 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് ഹീബ്രു ഭാഷ നഷ്ടപ്പെടുകയും അരാമിയ ഭാഷ കിട്ടുകയും ചെയ്തു. അങ്ങനെ അവർ തിരിച്ചു വന്ന ആ സമുദായത്തിൽ നിന്നാണ് കർത്താവൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ അരാമിയ ഭാഷ, തെക്ക് കൂടുതലും അരാമിയ, വടക്ക് സുറിയാനി. പക്ഷെ അതിന് നമ്മൾ തമിഴ്, മലയാളം എന്ന് പറയുന്നത് പോലെയുള്ള തിരുവനന്തപുരം, കന്യാകുമാരി, പാലക്കാട്, കാസർഗോഡ്, അങ്ങനെയുള്ള അവിടെയൊക്കെ മിക്കവാറും ഈ തമിഴും മലയാളമൊക്കെ ഏതാണ്ട് ഒരുപോലെ ഉപയോഗിക്കപ്പെടുന്നതാണല്ലോ. അങ്ങനെയുള്ള ഈ പാലസ്തീനായിൽ മറിയം ജോസഫൊക്കെ ഈശോ എന്ന നാമമാണ് ഉപയോഗിച്ചിരിക്കാൻ സാധ്യത എന്നാണ് പാത്തിക്കുളങ്ങരച്ചൻ പറയുന്നത്. യശുവ എന്ന വാക്കായിരിക്കും ഉപയോഗിക്കാമെന്ന് നമ്മുടെ മൈക്കൽ കാര്യമറ്റച്ചൻ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ അവർ സംസാരിച്ചിരുന്നത് അരാമിയ, സുറിയാനി പാരമ്പര്യമായതുകൊണ്ട്, കർത്താവിൻ്റെ കാലത്ത് ആ ഭാഷയായിരുന്നുകൊണ്ട് ഈശോ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കാൻ സാധ്യത എന്നാണ് വർഗീസ് പാത്തിക്കുളങ്ങരച്ചൻ പറയുന്നത്. അതിന് അദ്ദേഹം പറഞ്ഞ ചില കാരണങ്ങളുണ്ട്. യഹൂദർക്ക് വേണ്ടി യഹൂദന് തന്നെ മിശിഹാകാലം 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദത്തിൽ പഞ്ചഗ്രന്ഥം, അതായത് മോശയുടെ തോറ തർജ്ജമ ചെയ്തപ്പോൾ ഹീബ്രുവിലെ യഹോഷുവ എന്നതിനെ ഈശോ എന്നാണ് തർജ്ജമ ചെയ്തത്. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ഈ പിശീത്ത ബൈബിളിൽ സംഖ്യയുടെ പുസ്തകം 14:30 അത് തർജ്ജമ ചെയ്യപ്പെട്ടത് 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദത്തിലാണ്. ക്രിസ്തുവർഷം മിശിഹാകാലം 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദത്തിൽ. അപ്പോഴാണ് ഇത് തർജ്ജമ ചെയ്തത്. യഹോഷുവ എന്നതിനെ ഈശോ എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത് സംഖ്യ 14:30. എന്തുകൊണ്ടാണ് ഈശോ? എന്തുകൊണ്ട്? പണ്ട് കാലത്ത് ഇപ്പം നമ്മൾ ദൈവം എന്നുള്ളതിനെ ഹീബ്രു വാക്ക് എന്താണ്? എലോഹിം എന്നാണ്. എലോഹിം. പക്ഷെ അത് ഉച്ചരിച്ചിരുന്നത് ഇലോഹിം എന്നായിരുന്നു. എലോഹിം എന്നല്ല, ഇലോഹിം എന്നായിരുന്നു. ഈ മസൊററ്റസ് ടെക്സ്റ്റ് MT എന്ന് ക്യാപിറ്റലിൽ ഇടും. മസൊറട്ടുകാർ യഹൂദരാണ്. അവർ മിശിഹാകാലം ക്രിസ്തുവർഷം 500-നും 900-നും ഇടയിൽ സ്വരാക്ഷരങ്ങൾ ചേർത്തു ബൈബിളിൽ. അതുവരെ സ്വരാക്ഷരങ്ങളില്ല. ഇപ്പോഴത്തെ മോഡേൺ ഹീബ്രുവിനും സ്വരാക്ഷരങ്ങളില്ല, വവൽസ് ഇല്ല. അവർ ചേർത്തപ്പോൾ ഈ എന്നതിനെ എ ആക്കി, ഇലോഹിം എന്നത് എലോഹിമാക്കി, ഈ ലോഹിം എന്നത് എലോഹിമാക്കി, എ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഹീബ്രുവിലുള്ള ഊ എന്ന സ്വരം പണ്ട് ഓ ആയിരുന്നു. ഊ അല്ല, ഓ ആയിരുന്നു. ഉദാഹരണം, ഈ യശുവയുടെ അപ്പൻ്റെ പേര് നൂൻ എന്നാണ്. ഇപ്പോൾ നോൻ എന്നായിരുന്നു. ഈ സുറിയാനി ബൈബിളിൽ നോൻ എന്നാണ്, നൂൻ എന്നല്ല. ഊ എന്നല്ല, ഓ എന്നായിരുന്നു. അപ്പോൾ ഈ എന്നത് എ ആക്കി, ഊ എന്നത് ഓ ആക്കി. ഓ എന്നത് ഊ ആക്കി, ഈ എന്നത് എ ആക്കി, ഓ എന്നത് ഊ ആക്കി. അപ്പോൾ ഈ രണ്ട് ഇതൊന്നും ചേർത്ത് വയ്ക്കാൻ ഈശോയിലേക്ക് ഇലോഹിം, പിന്നെ ഓ, ഈശോ എന്നായിരുന്നു ഒറിജിനൽ. ഈ മസറട്ടുകാർ ആ ഈ എന്നത് എ ആക്കി, ഓ എന്നത് ഊ ആക്കി. അപ്പോൾ ഈശോ എന്നതിന് പകരം യേശുവായി. യേശു എന്നത് പിന്നെ യേശുവായി. ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ചും
പൗരസ്ത്യ സുറിയാനിക്കാര് ഈ ഈശോ എന്ന പേര് മിശിഹ തമ്പുരാന് ഈശോ എന്ന നാമം ഉപയോഗിക്കുന്നു. അത് ഇഷ്ടമില്ലാതിരുന്ന യഹൂദന്മാര് ആയ മസറത്തുകാര് മനഃപൂർവ്വമാണ് ഈ എന്നത് എ ആയും ഓ എന്നത് ഊ ആക്കി മാറ്റി ഈശോ എന്നത് യേശു എന്നാക്കി മാറ്റിയത്. ഇതാണ് വർഗീസ് പാത്തിക്കുളക്കരച്ചൻ എന്ന പണ്ഡിതൻ പറയുന്നത്. അതിനകത്ത് കുറേ സാധ്യതയുണ്ട്. ഇനിയും ഒരുപാട് പഠന വിഷയമാക്കേണ്ട സംഗതിയാണ്. ഉപസംഹാരമായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗ്രീക്കിൽ നിന്ന് തർജ്ജമ ചെയ്യുമ്പോൾ യേസുസ് എന്ന് കിടക്കുന്നു. യേസുസ് എന്നാണ്. ക്രിസ്തോസ് എന്നാണ്. അത് ക്രിസ്തോസ്. ശരിക്കും പറഞ്ഞാൽ സിംഹത്തിൻ്റെ ക്രിസ്തോസ് എന്നാണ്. ക്രി അല്ല CH എന്നാണല്ലോ. CH അത് എന്നാണ്. അപ്പോൾ യേസുസ് ക്രിസ്തോസ്, അത് മലയാളീകരിച്ചപ്പോൾ യേശു ക്രിസ്തു എന്ന് എഴുതേണ്ടി വരാം. അപ്പോൾ ഗ്രീക്കിൽ നിന്നും ഹീബ്രുവിൽ നിന്നൊക്കെ തർജ്ജമകളാണെങ്കിൽ അങ്ങനെ ആകട്ടെ. പക്ഷെ സുറിയാനിയാണ് ലിറ്റർജിയിൽ ഉപയോഗിക്കുന്നത്. വിശുദ്ധ പാരമ്പര്യം അതാണ്. അപ്പോൾ ലിറ്റർജിയിൽ ഈശോ മിശിഹ എന്ന് തന്നെ ഉപയോഗിക്കണം. ബൈബിൾ പരിഭാഷകളിൽ ഏത് ഭാഷയിൽ നിന്ന് പരിഭാഷയാണോ അതിനനുസരിച്ചുള്ള പരിഭാഷ തന്നെ കിടക്കട്ടെ. പക്ഷെ ലിറ്റർജിയിൽ ഈശോ മിശിഹ എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈശോ എന്ന നാമം എന്നാണ് മിശിഹ, ഈശോ മിശിഹ എന്നാണ്. മാത്രമല്ല നമ്മൾ വർഷങ്ങളായിട്ട് ഈ ബൈബിളൊക്കെ ഉണ്ടായത് ഇപ്പോഴാണല്ലോ. അതിനു മുമ്പ് നമുക്ക് ബൈബിൾ അറിഞ്ഞിരുന്നത് വാമൊഴിയായിട്ടാണ്, വിശുദ്ധ പാരമ്പര്യമായിട്ടാണ്. അതിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഈശോ മിശിഹ എന്നാണ്. അപ്പോൾ ലിറ്റർജിയിലും നമ്മുടെ ദൈനംദിന കമ്മ്യൂണിക്കേഷനിലൊക്കെ ഈശോ മിശിഹ എന്ന് ഉപയോഗിക്കുക. നമുക്കിപ്പോൾ യേശു ക്രിസ്തു എന്ന് ഉപയോഗിക്കേണ്ടി വരുന്ന ഗ്രീക്കിൽ നിന്ന് തർജ്ജമയാണെങ്കിൽ അങ്ങനെ കിടക്കട്ടെ, യേശു ക്രിസ്തു കിടക്കട്ടെ. പക്ഷെ അപ്പോഴും ഓർക്കണം, നമ്മുടെ ആരാധനാക്രമത്തിലും ലിറ്റർജിയിലും പ്രാർത്ഥനകളിലൊക്കെ ഈശോ മിശിഹ എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ പരസ്പരം പറയുമ്പോഴും കാണുമ്പോഴും ഈശോ മിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് തന്നെയാണ്. കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഈശോ മിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് തന്നെയാണ്. അതിന് മറുപടിയും പറയാം. ഈ നാമമാണ് നമുക്ക് രക്ഷയ്ക്കുള്ള നാമം. വേറൊരു നാമവുമില്ല. നസ്രായനായ ഈശോ എന്ന നാമമല്ലാതെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.